സ്കൾ ക്രഷ് എന്ന് പറഞ്ഞ എക്സസൈസ് ക്ലോസ് ഗ്രിപ്പിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മിക്കവർക്കും ടെന്നീസ് എൽബോ വന്നു കഴിഞ്ഞാൽ വളരെയധികം വൃത്തിയുടെ അവസ്ഥയാണ്. ഒരുപാട് ബോഡി ബിൽഡിംഗ് ഒക്കെ നിർത്തിയ സംഭവങ്ങൾ എനിക്കറിയാം. ഒരു വർഷം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടെന്നീസ് എൽബോ വരാതിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഹായ് എവരിവൺ, നമ്മുടെ വീഡിയോ കയറി നല്ല റീച്ച് ആയിട്ടുണ്ട്. ടെന്നീസ് എൽബോയും ഗോൾഫ് എൽബോയ്ക്കും നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയ ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നില്ല. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് പോലും ഫീൽഡ് ഔട്ട് ആവേണ്ടി വരുമോ എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഈ ടെന്നീസ് എൽബോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടെന്നീസ് എൽബോ വരാതിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ സ്കൾ ക്രഷ് അതുപോലെ തന്നെ ബൈസെപ്സ് കർൾ ഇതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും ചെയ്യാതെ നോക്കണം. ന്യൂട്രൽ ഗ്രിപ്പിൽ പിടിക്കാൻ നോക്കണം. നമ്മൾ ഓവറായിട്ട് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ടെന്നീസ് എൽബോ വരുന്നത്. ലാറ്ററൽ എപ്പിക്കൊണ്ടായി എന്ന് പറയുന്ന നമ്മുടെ ബോണ്ടിലുള്ള ഇതിലോട്ട് ലിഗമെന്റിന്റെ ഇൻസർഷൻ വരുമ്പോൾ അതിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് നമ്മുടെ ടെന്നീസ് എൽബോ എന്ന് അങ്ങനെ പേരിട്ട് വിളിക്കുന്ന സാധനം. അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ടെന്നീസ് പ്ലേയേഴ്സിനാണ് വരുന്നതെങ്കിലും ഇത് ഫേമസ് ആയത് നമ്മുടെ സച്ചിൻ കാരണമാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ അത്ലറ്റ്സിനും ഇതുപോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഇത് വരാറുണ്ട്. അപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് കൂടുതലായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മിക്ക വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും ശ്രദ്ധിക്കാത്തതാണ്. നമ്മൾ ഫ്ലെക്സ് ചെയ്ത് ആവശ്യമില്ലാത്ത വർക്കൗട്ടിൽ കൂടുതൽ ചെയ്യാൻ ഫോർ ആംസ് ടൈറ്റ് ആകുക, അതിലൂടെ നമ്മുടെ മീഡിൽ എപ്പിക്കൊണ്ടയിലോട്ട് വരുന്ന ടെൻഡൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, അതിലൂടെയാണ് പെയിൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ മാറാനായിട്ട് ഒരുപാട് നാളെടുക്കും. അപ്പോൾ പ്രോപ്പർ പോസ്റ്റർ എന്ന് പറയുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. മിക്ക എക്സസൈസിനും പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അഥവാ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ ഒരുപാട് നാൾ പിടിച്ചിടാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ആർക്കും ഇതുപോലത്തെ പ്രശ്നമൊന്നും വരാതിരിക്കട്ടെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ കാരണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് വന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.